MBA ബിരുദധാരിയായ സാജൻ ജോർജ് കുവൈത്തിൽ എഞ്ചിനീയറായി ജോലി ലഭിച്ച് അവിടെ എത്തിയത്. കുവൈത്തിൽ നടന്ന അപകട വിവരം വീട്ടിൽ ഇന്നലെ തന്നെ അറിഞ്ഞിരുന്നെങ്കിലും സാജന്റെ മരണ വിവരം ഇന്ന് ഉച്ചയോടെയാണ് വീട്ടുകാർ അറിഞ്ഞത്. സാജന്റെ വീട്ടിൽ നിന്ന് ദിലീപ് ദേവസി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുവൈത്തിലെ ലേബർ ക്യാമ്പിലുണ്ടായ അപകടത്തിൽ പുനലൂർ സ്വദേശിയായ സാജൻ ജോർജാണ് മരിച്ചത്. സാജൻ ജോർജ് 1.5 മാസം മുൻപാണ് ഈ നാട്ടിൽ നിന്ന് കുവൈത്തിലേക്ക് പോയത്. അവിടെ നിന്ന് ആദ്യത്തെ ശമ്പളം വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ദിവസേന വീട്ടിലേക്ക് രാവിലെയും വൈകിട്ടും വീട്ടിലെ അപ്പച്ചനെയും അമ്മച്ചയും വിളിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. മാത്രമല്ല സഹോദരി ആൻസി ഓസ്ട്രേലിയയിലാണ്. അവർ വന്നു പോയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഇരുവരും, അതായത് ആൻസിയും അതുപോലെ സാജനും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആദ്യം സാജൻ കുവൈത്തിലേക്ക് പോകുന്നു, പിന്നീട് ആൻസി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. ഈ കുടുംബം ഇന്നലെ അപകട വിവരം അറിഞ്ഞെങ്കിലും സാജൻ സുരക്ഷിതനാണെന്നാണ് ധരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സാജൻ്റെ പിതാവ് മരണവിവരം അറിയുകയും മാതാവിനെ അറിയിക്കുകയും ചെയ്തിരുന്നില്ല. മാതാവ് ഇന്നാണ് മരണവിവരം അറിയുന്നത്. ആ സമയം മുതൽ മാതാവ് ഇപ്പോഴും ആ കരച്ചിൽ വിട്ടുമാറിയില്ല. ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ ഒരു തേങ്ങലിലാണ്. ആ കരച്ചിൽ ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു തരത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പം മുൻ മന്ത്രി കെ രാജു ചേരുന്നുണ്ട്. സാറേ, എന്തെങ്കിലും ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിവരത്തെക്കുറിച്ച് അറിയുമോ? ഞാൻ ഇന്നലെ വൈകിട്ട് ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നാണ് ഇത്ര ദാരുണമായ ഒരു സംഭവം നടന്നതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ വാർത്താ ചാനലിൽ തന്നെ ഓരോരുത്തരുടെ പേരുകൾ ഇങ്ങനെ എഴുതി വന്നു. ആ കൂട്ടത്തിലാണ് പുനലൂർ മണ്ഡലത്തിൽപ്പെട്ട നരിക്കലിൽ ഈ കുടുംബത്തിൽപ്പെട്ട സാജൻ ജോർജ്, വളരെ മിടുക്കനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഇതിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പെട്ടെന്ന് അറിയുന്നു. യഥാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയ സംഭവമാണ്. മൊത്തത്തിൽ തന്നെ ഈ കേരളത്തിൽ നിന്നുള്ള ബോഡികളെല്ലാം, ഈ സംഭവത്തിൽപ്പെട്ട് മരണപ്പെട്ട ബോഡികളെല്ലാം ഇങ്ങോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുന്നു സർക്കാർ തലത്തിൽ. ഗവൺമെൻറ് തന്നെ, കേരള ഗവൺമെൻറ് അതിനുള്ള മുൻകൈ എടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും അതിനാവശ്യമായിട്ടുള്ള ഇടപെടലെല്ലാം നടത്തുന്നുണ്ട്. നമ്മുടെ MLA-മാർ, MP-മാർ എല്ലാം ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താം. വളരെ താമസിയാതെ തന്നെ ബോഡി കൊണ്ടുവരും. എന്നാൽ ചില നിയമ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ കുവൈറ്റിൻ്റെ ഭരണാധികാരി തന്നെ നേരിട്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് പോയി ഈ കേസ് എടുക്കണം എന്നുള്ള നിലയിൽ, കാരണം നിയമവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേസുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടവും മറ്റു കാര്യങ്ങളും നടന്നതിന് ശേഷമായിരിക്കും ഈ ബോഡികൾ വിട്ടുകിട്ടുന്നത്. അതിനുള്ള കാലതാമസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ എംബസി ഇടപെട്ടിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുണ്ട്, കേരള സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് ഇപ്പോൾ ഒരു മന്ത്രിയെ അങ്ങോട്ട് അയക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശങ്ക ആ കാര്യത്തിൽ വേണ്ട. പെട്ടെന്ന് തന്നെ ബോഡി എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് കുവൈത്തിൽ തീരേണ്ട നിയമ നടപടികൾക്ക് ശേഷം, അവസാനിക്കേണ്ട നിയമ നടപടികൾക്ക് ശേഷം എത്രയും പെട്ടെന്ന് ഈ മൃതദേഹങ്ങൾ കേരളത്തിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. അതിലൊരു കാലതാമസം ഉണ്ടാവില്ല എന്നാണ് മുൻ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. സാജൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് സഹോദരി ആൻസി ഓസ്ട്രേലിയയിലാണ്. അവർ എത്തിയാൽ ഉടൻ തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ബന്ധുക്കളെല്ലാവരും തന്നെ ഇപ്പോൾ നാട്ടിലേക്ക്, ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മറ്റ് വിദേശത്തുള്ള ബന്ധുക്കളടക്കം കുവൈത്തിലേക്കും എത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ മറ്റു ബന്ധുക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്.